ഇരിക്കുകയായിരുന്നു. നേരത്തെ വന്ന് വണ്ടിക്കാരൻ പറഞ്ഞ ആനയുണ്ടെന്ന്. ഇത് കാണാൻ നമ്മുടെ ഭാഗ്യമാണോ നിർഭാഗ്യമാണെന്നുള്ളത് കണ്ടറിയാം. ആനക്കൂട്ടമെന്നാണ് പറഞ്ഞത്. ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കാണുന്നത് പാർട്ട് 4 ഭാഗമാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഷോലാർ വനത്തിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോ പാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡീപ്പ് ഫോറസ്റ്റിനകത്താണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ കുറച്ചൊരു അനക്കം കണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ നോക്കിയപ്പോൾ ഒന്നിനെയും കാണാൻ പറ്റിയില്ല. എന്തായാലും നമ്മൾ എത്രയും മുമ്പ് ഒരു സ്കിപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളിതാ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. നമ്മളിപ്പോൾ ഉള്ളത് ഷോലാർ കാട്ടിനകത്താണ്. നമ്മുടെ വാരച്ചാലിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോകുന്ന കിടുക്കാച്ചി കാട്ടുപാത. ഏകദേശം 44 കിലോമീറ്ററാണ് നമ്മുടെ വാരച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്നും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്താനായിട്ട് വേണ്ടത്. പക്ഷേ നമുക്ക് 2.5 മണിക്കൂറോളം നമുക്ക് ട്രാവലിംഗ് ടൈം ഉണ്ട്. എന്തായാലും ഈ റോഡിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് എപ്പിസോഡിൽ പറഞ്ഞതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ആ സീൻസ് പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന കാഴ്ചകളുടെ അപ്ഡേഷൻ ഞാൻ പറയാം. നമ്മളീ പോകുന്ന സമയത്ത് ഒത്തിരി കഴിങ്കോരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളായിട്ട് ഫ്രണ്ട് അല്ലാത്തത് കൊണ്ട് അത് നമ്മളെ കാണുന്നതോറും അകന്നകന്ന് പോവുകയായിരുന്നു. എന്തായാലും കുറേ എണ്ണം ഉണ്ടായിട്ട് ഒരു 10-20 കണ്ടായിരുന്നു. പക്ഷേ ഒന്നിനെ നമ്മുടെ ക്യാമറയിൽ കറക്റ്റായിട്ട് സ്പോട്ടായില്ല. പക്ഷെ വാർത്തകളാണ് ഏതോ ഇട്ടാൻ പോകുമ്പോഴേ പോസ്റ്റിൽ കാട്ടാൻ പോകുന്നുണ്ടോ? എടാ നിങ്ങൾക്ക് കാട്ടുകൂട്ടാടാ. എനിക്കറിയത്തില്ല, ആയിരിക്കും ചിലപ്പോൾ എഴുതിമാല്ലേ പോത്തല്ലോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എഴുമക്കൂട്ടത്തിനെ കണ്ടായിരുന്നു. അത് ആക്ച്വലി കാട്ടെഴുമയാണ്, കാട്ടുപോത്താണ്. അത് മനുഷ്യന് വളർത്താൻ മൃഗമാണെന്നൊന്നും ഐഡിയയുമില്ല. എന്തായാലും അതിൻ്റെ മൂക്കിൽ കയറൊന്നും കാണാത്തത് കൊണ്ട് അത് കാട്ടെഴുമയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങി. പൊളിയാണ്, അടിപൊളിയാണ്, നല്ല കൊടുംവനത്തിലാണ്. ഇവിടെ ഒരു മനുഷ്യവാസമില്ലാത്തൊരു കിടുക്കാച്ചി ഏരിയയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ്, ഒരു രക്ഷയില്ല. പക്ഷേ റോഡ് സൈഡ് മൊത്തം ആനപ്പിണ്ടമാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടി KCBൻ്റെ നല്ല 10 kV ആണെന്ന് തോന്നുന്നു ഒരു ലൈൻ, ടവർ ലൈൻ പോയിട്ടുണ്ട്. അത് നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എവിടെ നിന്ന് തന്നെയാണ് എങ്ങോട്ട് പോകണമെന്നുള്ളത് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കേണ്ടി വരും. കാരണം ഈ ഭാഗത്ത് റേഞ്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നെറ്റ്വർക്കിംഗ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഒറ്റ സിമ്മിന് ഇവിടെ റേഞ്ചില്ലേ. ആകെ BSNLനും VIക്കും ചില ഭാഗത്ത് റേഞ്ച് കിട്ടാറുണ്ട് കേട്ടോ. കാരണം നമ്മളിതാ ഓൾമോസ്റ്റ് നമ്മൾ കൊടുംവനത്തിനകത്തോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മുതലക്കുളം. അങ്ങനെ നമ്മളിതാ മുതലക്കുളം ഭാഗത്തെത്തി. ആക്ച്വലി നമ്മൾ ഈ പുഴയിലേക്ക് ഇറങ്ങരുത്. ഇത് കുളമല്ല, ശരിക്കും ഒരു പുഴയാണ്. പക്ഷേ ഈ പുഴയിൽ 98% മുതലകളെ കാണാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അവർ പ്രത്യേകം വാണിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട് പുഴയിലേക്ക് ഇറങ്ങരുതെന്നുള്ളത്. കാരണം മുതല നമ്മളെ എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ വന്ന സമയത്ത് മുതലക്കൂട്ടന്മാരെ ഒന്നിനെയും കണ്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ സേഫ് സോണിൽ നിന്ന് ഡേഞ്ചർ സോണിലേക്ക് ഇറങ്ങിയിട്ടും കൂടി ഇല്ല കേട്ടോ. നമ്മളെപ്പോഴും നമ്മൾ കാടിൻ്റെ നിയമം പാലിച്ച് നമ്മൾ ട്രാവൽ കൊണ്ടാണ് ആ ബോർഡ് കൊടുത്തേക്കുന്നത് മുതലയുടെ സൂക്ഷിക്കുക എന്നുള്ള രീതിയാണ്. ഈ കാണുന്ന വെള്ളത്തിൽ കട്ട മുതലകളുടെ ശല്യമുള്ള ഏരിയയാണ്. മുതല മാത്രമല്ല കേട്ടോ, പാമ്പുകളുണ്ട്, അതുപോലെ തന്നെ ഡിയറുണ്ട്, അതുപോലെ തന്നെ എല്ലാ ജീവികളും ഉണ്ട്. പക്ഷേ ആനിമൽ സൈറ്റിങ്ങിലൊക്കെയാണ്. എന്തായാലും നമ്മൾ പോകുന്ന റോഡ് സൈഡ് നിറച്ച് ആനപ്പിണ്ടോണേ, അതൊന്നും പറയാനില്ല. നിറച്ച് ആനപ്പിണ്ടം വണ്ടി കയറി ചമ്മന്തിയായി കിടപ്പുണ്ട്. ഇപ്പം നമ്മളിത് ഏതോ ഒരു കാട്ടിലൂടെ കേട്ടിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ പുഴയുടെ വ്യൂ വേറെ വൈബാണ്. പക്ഷേ കാണാൻ പ്രകൃതിയെല്ലാം ഭംഗിയുണ്ടെങ്കിലും പ്രകൃതിയുടെ പുറകെ നല്ല കട്ട ഡേഞ്ചർ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സേഫ് സോണിൽ തന്നെ ഇരിക്കണം. എന്തായാലും നമ്മുടെ ട്രിപ്പ് അടിപൊളി തന്നെയാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റും ഒരു 1 മണി 1:30 ആയിട്ടുണ്ടാകണം. എന്നിട്ട് പോലും നമുക്ക് നമ്മുടെ പുലർച്ചത്തെ ക്ലൈമറ്റാണ് അവിടെ തോന്നുന്നത്. നല്ല കിടുക്കാച്ചി തണുപ്പ് തന്നെയാണ് കേട്ടോ. പക്ഷെ എല്ലായിടത്തും തണുപ്പില്ല. ചില ഭാഗത്ത് തണുപ്പുണ്ട്, ചില ഭാഗത്ത് ഇതിൽ ചൂടുമുണ്ട്. എനിക്കൊന്നും ഇവിടെ ആൾതാമസമുള്ള ട്രൈബൽസിൻ്റെ വില്ലേജ് ഈ ഭാഗത്തോട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം KCBൻ്റെ ലൈൻ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്നും നമുക്ക് പോകാനുള്ള അനുമതി ഇല്ല, അങ്ങോട്ട് പോകാനും പാടില്ല. നമ്മുടെ റോഡിൽ കൂടി തന്നെ പോവുക, സോണിൽ കൂടി തന്നെ പോവുക, സേഫ് സോണിൽ തന്നെ പോവുക. ദൈവം വനത്തിനോടൊന്ന് പ്രവേശിക്കരുത്. ഈ കാണുന്ന ഇല ഈറ്റല എന്ന് തോന്നുന്നു. ആ ഈറ്റല ഇത് ആനയുടെ ഫേവറേറ്റ് ഫുഡാണ്. ആ റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് ട്രൈബൽസ് കോളനിയിലേക്കാണ്. നമ്മൾ അങ്ങോട്ട് പോകില്ല, നമുക്ക് അങ്ങോട്ട് പോകാനും പാടില്ല. ട്രൈബൽസ് കോളനിൻ്റെ ഭാഗത്തോട്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ സ്പെഷ്യലായിട്ട് വാണിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. കാട്ടിനകത്തോട്ട് പ്രവേശിക്കരുത്, കാട്ടുമൃഗങ്ങളെ സൂക്ഷിക്കുക, ഡ്രൈവ് സേഫ്ലി. കണ്ട ഇവിടെയൊക്കെ വെള്ളമൊക്കെ തീരെ പറ്റിയ കിടക്കണം. മഴക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വെള്ളത്തിൻ്റെയൊക്കെ
ഒഴുക്ക് അത് വേറെ ലെവലായിരിക്കുള്ളൂ. പക്ഷെ നമ്മളെ മലക്കത് ഇതിലെ കടത്തിവിടത്തുമില്ല. അപ്പോൾ ഈ കാണുന്ന ട്രൈബൽസിൻ്റെ ഏതൊക്കെയാണ്. പിന്നെ കുറച്ച് ഫോറസ്റ്റ് ഓഫീസും നമുക്ക് ഈ ഭാഗത്ത് കാണാം കേട്ടോ. റൈറ്റ് സൈഡ് കാണുന്നത് ഫോറസ്റ്റ് ഓഫീസാണ്. അപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത് എവിടെ എങ്ങോട്ടൊക്കെയാണ് നമ്മുടെ അമ്പലപ്പാറ IB ഉള്ളത്. അവിടെ പോയി താമസിക്കാൻ എനിക്ക് വല്ലാത്തൊരു ക്രേസാണ്. കാരണം ഇവിടെ ഒരു ടവർ ലൈൻ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജിയോ സിമ്മിനോ എയർടെലിനോ റേഞ്ച് ഇല്ല. ഇവിടേക്കാറും വോഡാഫോണിനും ഐഡിയക്കും VIക്കും റേഞ്ച് ഉണ്ടാവും. അങ്ങനെ ഈ നമ്മൾ ഏതോ കാട്ടിലാണ് നിറച്ച് ഈറ്റക്കാരാണ് ഇവിടെ ഉള്ളത്. പക്ഷെ നോക്കിയേ, നിറച്ചും ആനപ്പിണ്ടും റോഡ് സൈഡ് കാണുന്നത്. നല്ല രീതിയിലുള്ള ആനപ്പിണ്ടും. വണ്ടി കയറി ശരിക്കും ജാമായി കിടപ്പുണ്ട്. ഇവിടെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ആന ക്രോസ് ചെയ്യണമെന്നുള്ളത്. കാരണം കാടൊക്കെ നല്ല രീതിയിലുള്ളൊരു വ്യത്യാസം കാണുന്നുണ്ട് ചില ഭാഗത്തൊക്കെ. എന്തായാലും അടിപൊളി കേട്ടോ. റോഡ് ഇത്രയും വരും വലിയ സീനൊന്നുമില്ല. പക്ഷേ എന്നാലും അത്ര നല്ല കണ്ടീഷൻ അല്ല. കാരണം നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് കയറുതോ. കാരണം ചില ഭാഗത്ത് പൊടി ഉള്ളതുകൊണ്ട് ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ റോഡ് ഇത്തിരി നല്ല വളവും തിരിവാണ്. കെറുവിടെ ഏരിയ ആയതുകൊണ്ട് നമ്മൊരു 30-40 പിടിച്ചാൽ മതി. കണ്ട പെട്ടെന്നാണ് വളവ് വന്നത്. നമ്മളിപ്പോൾ സ്പീഡിലാണ് വന്നെങ്കിൽ നേരെ ചെല്ലണത് ആ കാട്ടിലേക്കായിരിക്കും. ആ കാട്ടിലോട്ടെങ്ങാനും പോയി വീണിട്ടുണ്ടെങ്കിൽ നമുക്കിതിരെ ഫോറസ്റ്റിലെ കേസൊക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മളുടെ കെയറും സേഫ് സോണിൽ കൂടി പോവുക. വണ്ടി മാക്സിമം ഒരു 30-40 കിലോമീറ്റർ വേഗതയിൽ പോവുക. സേഫായിട്ടിരിക്കുക. കാരണം ഏത് സമയത്തും വേണമെങ്കിൽ ഇവിടെ ആനിമൽ ക്രോസ് ചെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ട് വളരെ കെയർ വേണം ഇതിലൂടെ പോകുമ്പോൾ തന്നെ. നമ്മളുടെ ആൾതാമസമുള്ള ഏരിയ നമ്മൾ കഴിഞ്ഞു. ട്രൈബൽസിൻ്റെ ഏരിയ കഴിഞ്ഞു. ഇവിടെ നല്ല രീതിയിലുള്ള ഏറ്റക്കാറാണ്. പിന്നെ ഒത്തിരി മരങ്ങളൊക്കെ ഇവിടെ മാറിയിട്ടുണ്ട്. ആക്ച്വലി ഞാനിവിടെ ആദ്യമായിട്ട് ഇതിലൂടെ ട്രാവൽ ചെയ്യുന്നത് 24 വയസ്സുള്ള സമയത്താണ്. ഇപ്പോൾ എനിക്ക് 35 വയസ്സായി. അപ്പം നല്ല രീതിയിലുള്ള മാറ്റം ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. നല്ല കൊടുംവനമായിരുന്നു. ഇപ്പോൾ ഇത്തിരി വനത്തിൻ്റെ ഇത് കുറവാണ് തോന്നുന്നു. എനിക്ക് ആക്ച്വലി കൂടുതൽ ഇഷ്ടപ്പെട്ട നമ്മുടെ മാമ്പഴക്കണ്ടം എളമ്പ്ളാശ്ശേരിയിൽ നിന്നും നേരെ ആനക്കുളം മാങ്കുളം പോകുന്ന ഒരു കിടക്കാച്ചി കാട്ടുപാതയുണ്ട്. പണ്ടത്തെ രാജപാതയുടെ കുറച്ച് ഭാഗം നമുക്ക് കവർ ചെയ്തത്. എന്തായാലും അത് നല്ല ഹെവി തിക്ലി ഫോറസ്റ്റ് ആണ്. പക്ഷേ ആക്ച്വലി എയർ ഡിസ്റ്റൻസ് ഒരു ഇവിടെ അപ്പുറത്തോടെ എങ്ങാണ്ട് 20 കിലോമീറ്ററോളം ദൂരമുള്ളൂ. നമ്മുടെ മലക്കപ്പാറയിൽ നിന്ന് കല്ലേടിമേട് പൂയംകുട്ടി ആ ഭാഗത്തോട്ട് എങ്ങാണ്ട് ഏകദേശം ഒരു നിസ്സാര കിലോമീറ്റർ ദൂരമുള്ളൂ. പക്ഷേ വനത്തിലൂടെ നമുക്ക് പോകാനുള്ള അധികാരം ഇല്ലാത്തതുകൊണ്ട് പോകാൻ പാടില്ല. നമ്മളെങ്ങാനും കയറി പോയാൽ തന്നെ ഫോറസ്റ്റ് നമ്മളൊക്കെ കേസെടുക്കും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വനത്തിലൂടെ പ്രവേശിക്കാതെ നമ്മുടെ സേഫ് സോണിൽ തന്നെ മാത്രം പോവുക. അതുകൊണ്ട് ഇവിടെ നിറച്ച് ആനപ്പിണ്ടോണേ. ഇതിപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി മൊത്തം അങ്ങോട്ട് നല്ല രീതിയിലുള്ള ആനപ്പിണ്ടുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല. അപ്പം നമ്മൾ കാട്ടാനക്കൂട്ടനെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം വേറെ ഒന്നുമല്ല, കാട് പറ്റി കിടക്കുന്നത് കൊണ്ട്, ഡ്രൈ ആയതുകൊണ്ട് മിക്കവാറും വെള്ളം കുടിക്കാൻ വേണ്ടി മച്ചാന്മാർ പുറത്തിറങ്ങാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കാട്ടാനക്കുട്ടന്മാർ പുറത്തിറങ്ങാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മുടെ ഈ വഴവിലാക്കി ഇപ്പോൾ കാണാൻ പറ്റിയത് നമ്മുടെ കരിങ്കോഴിനെ മാത്രമായിരുന്നു. അതുപോലെ തന്നെ നമ്മളോട് ഇത്തിരി ഫ്രണ്ടായിട്ടുള്ള കുരങ്ങിനെ കാണാൻ പറ്റിയായിരുന്നു. അത് നമ്മുടെ മറ്റേ വാരച്ചാൽ പാലത്ത് വെച്ചായിരുന്നു കാണാൻ പറ്റിയിരുന്നത്. അത് നമ്മുടെ അടുത്ത് വന്നായിരുന്നു. പക്ഷേ കരിങ്കോഴി നമ്മുടെ അടുത്തേക്കൊന്നും വന്നില്ല. നമ്മളെ കാണുമ്പോൾ തന്നെ ഓടി പോവുകയാണ്. കാരണം മനുഷ്യനായിട്ട് തീരെ ഒരു ഇതില്ലാത്ത ജീവിയാണെന്ന് തോന്നുന്നു നമ്മുടെ കരിങ്കോഴങ്ങ്. കാരണം അവരവരുടെ ലോകത്താണ്, നമ്മൾ നമ്മുടെ ലോകത്തും. എന്തായാലും ഇതിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും കളയരുത്. അതുപോലെ തന്നെ ആനിമൽസിനെ ഫീഡ് ചെയ്യാൻ നിൽക്കരുത്. സേഫായിട്ട് പോവുക. ഫോറസ്റ്റ് റൂൾ പാലിച്ച് പോവുക. എൻ്റെ പൊന്നും മച്ചന്മാരെ വേറെ വൈബിട്ടാ, ഒരു രക്ഷയില്ല. പക്ഷേ എളമ്പ്ളാശ്ശേരിയിൽ നിന്നും മാങ്കുളം പോകുന്ന കാട്ടൂര് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കിതൊരു തിക്കിലി ഫോറസ്റ്റ് ആയിട്ട് തോന്നുക. അതിന് നമ്മൾ ഒരു എന്തോരം വാനച്ചാല കടന്നു വന്ന് പറയും. എന്തു ഭംഗിയാന്ന് പറയൂ. ആ വീഡിയോ നമ്മുടെ ചാനലുണ്ട്. ദയവായി നിങ്ങളതൊന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു. പ്ലീസ് ഒന്ന് കാണണേ. അപ്പോൾ നമ്മളിതാ എവിടെയൊക്കെ എത്തി. ഏതാണെന്ന് അറിയാനായിട്ട് നമുക്ക് റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് സ്പോട്ട് കണ്ടെത്താമായിരുന്നു. പക്ഷെ നമ്മൾ ആകെ 44 കിലോമീറ്റർ ഉള്ളെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ലെങ്ത്ത് തോന്നുന്നുണ്ട് ഇതിലൂടെ ട്രാവൽ ചെയ്യാൻ നേരത്ത്. നല്ല രീതിയിലുള്ള ഇറ്റക്കാറുണ്ട്. ഈ ഭാഗത്തൊക്കെ കാട്ടാന ക്രോസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിലേക്ക് കാട്ടാനകളുടെ ആനച്ചാലുണ്ടെന്നും തോന്നുന്നു ഈ ഭാഗത്തൊക്കെ ആയിട്ട്. കാരണം ആനപ്പിണ്ടം നല്ല രീതിയിൽ ഈ ഭാഗത്തൊക്കെ കാണുന്നുണ്ട്. ആക്ച്വലി അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. വേറെ വൈബ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വഴിയുടെ വീതി കൂട്ടാൻ പോകാനുള്ള പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അങ്ങാട് ഇത്തിരി കാടൊക്കെ വെട്ടി റോഡൊക്കെ ക്ലീൻ ചെയ്യുന്നത് ചില ഭാഗത്തൊക്കെ കണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഭാവിയിൽ കണ്ടറിയാം. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ദയവായി മലക്കപ്പാറയിൽ നിന്ന് നേരെ നമ്മുടെ ആ കല്ലേരിമേട് അതുപോലെ പുയംകുട്ടിയിലേക്ക് റോഡ് വരുവാണെങ്കിൽ ഒരു ബെറ്റർ ആയിരിക്കും എൻ്റെ അഭിപ്രായം പറയുന്നു. പക്ഷേ വരുമോ ഇല്ല എന്നുള്ളത് അറിയത്തില്ല. കാരണം കാട് കുറച്ച് പോകുമല്ലോ. കാരണം അങ്ങനെയാണെങ്കിൽ ആ കല്ലേരിമേടുള്ള ആൾക്കാർക്ക് കൂടി ഒരു ഇത്തിരി വികസനം ഉണ്ടാകും. ഒത്തിരി ബിസിനസ്സൊക്കെ നടക്കും. ഈ റോഡ് വന്നാൽ മാത്രമല്ല ഇവർക്കൊക്കെ ഒന്ന് ജീവിക്കാൻ പറ്റണ്ട. റോഡ് നിറച്ച് ആനപ്പിണ്ടോണേ, ഒരു രക്ഷയില്ല. പക്ഷെ എല്ലാം വണ്ടി കയറി ചമ്മന്തി ആയിട്ടുണ്ട്. എന്തായാലും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബ്, ഒരു രക്ഷയില്ല. പിന്നെ ആ മരത്തിൻ്റെ വലിപ്പം നമുക്ക് ഇതിനേക്കാട്ട് ഹെവി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൂയംകുട്ടി
അതുപോലെ തന്നെ മാമലക്കണ്ടം ഉരുളന്തണ്ടി ഭാഗത്തേക്ക് എന്നിട്ടുണ്ടെങ്കിൽ നല്ല ജമണ്ട മഴകൾ കാണാൻ പറ്റും. ഈ ഭാഗത്തുള്ള മഴകൾക്കൊന്നും വലിയ വലിപ്പം തോന്നുന്നില്ല കേട്ടോ, അതെടുത്ത് ഞാൻ പറയാം. പിന്നെ ഇവിടെ നടച്ചം കാണുന്നത് കൂടുതലും മറ്റേ ഈറ്റ തന്നെയാണ്. ഈറ്റ കണ്ടത് ഈ കാണുന്ന മറ്റേ ആനച്ചാലാണ്. ആ സോഡിലോട്ടൊക്കെ ആന പോയേക്കുന്നതിൻ്റെ പാടൊക്കെ നമുക്ക് കണക്കണ്ട, ആന കയറി മേഞ്ഞൊക്കെ കാണാൻ പറ്റും ഈ ഭാഗത്തൊക്കെ ആയിട്ട്. നമ്മളീ പോകുന്ന റോഡിലൂടെ കാട്ടാനനെ കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കിടക്കാച്ചി സ്പോട്ടാണ്. നമ്മൾ നിൽക്കുന്ന നല്ല അടിപൊളി ഏരിയ തന്നെയാണ്. പക്ഷേ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറൊരു മനുഷ്യന്മാരെ നമ്മുടെ ഈ ഭാഗത്ത് കാണുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ കണ്ടീഷനും അതുപോലെ ഒരു പഞ്ചറാകാത്ത ടൂറിസ്റ്റ് ആയിരുന്നൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് പഞ്ചറായിക്കാനായിരുന്നെങ്കിൽ ഒന്നും ചെയ്യാനില്ല, വണ്ടി തള്ളാൻ പോലും നമുക്ക് പറ്റത്തില്ല. കണ്ട ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു കിടക്കാച്ചി പുഴയാണ്. അവിടെയൊക്കെ മുതലക്കുട്ടന്മാർ അതുപോലെ തന്നെ ഒത്തിരി കാട്ടുമൃഗങ്ങൾ വെള്ളം കുടിക്കാൻ പറ്റുന്ന കിടക്കാച്ചി സ്പോട്ടാണ്. എന്തായാലും നമുക്ക് അങ്ങാടൊന്നും നമ്മൾ പോകൂല, നമുക്ക് ഇവിടുന്ന് ദൂരത്തുനിന്നുള്ള കാഴ്ച കാണാൻ. കണ്ട വെള്ളമൊക്കെ നല്ല രീതിയിൽ പറ്റി കിടപ്പുണ്ട്. കാട്ടാൻ നമുക്ക് കാണാൻ പറ്റുന്ന കിടക്കാച്ചി സ്പോട്ടാണ് അത്. നിറച്ച് ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടെ വരെ ആനപ്പിണ്ടത്തിൻ്റെ ലഹലയാണ്. എന്തായാലും ഇത്ര നേരം വന്നിട്ട് പോലും നമ്മൾ കാട്ടാനെ കുട്ടനെ കണ്ടില്ല. എന്തായാലും കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മളിതാ അടുത്ത ഒരു കിടക്കാച്ചി സ്പോട്ടിലേക്ക് എത്തിയേ. കണ്ടോ നല്ല ചൂട് കൊണ്ട് നമുക്ക് നല്ല ഷെയ്ഡ് കണ്ട. ഫോറസ്റ്റുകാരുടെ ഓഫീസാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അടിപൊളിയല്ലേ, ഒരു രക്ഷയില്ല, പൊളി. ഇവിടെ നിന്നാണെന്നോ ട്രക്കിങ്ങിനുണ്ടോയെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ അടുത്ത പ്രാവശ്യം നമുക്ക് ചെയ്യാം, മാക്സിമം ട്രൈ ചെയ്യാം. കാടിനകത്ത് 12 കിലോമീറ്റർ അകത്തോട്ട് ഒരു ട്രക്കിംഗ് ഉണ്ട് നമ്മുടെ ഷോലയാർ ഫോറസ്റ്റിനകത്തുള്ളത്. അത് വല്ലാത്തൊരു ക്രൈസാണ്, കാരണം മനുഷ്യമാസം വെക്കാത്തൊരു കാടായതുകൊണ്ട് ആനിമൽ സൈറ്റിങ്ങിന് ചാൻസ് കൂടുതലാണ്. എൻ്റെ അമ്മോ ഒരു കിടക്കാച്ചി പാറ ഇപ്പോൾ കാണണ്ടോ നമുക്ക്, പാറകൾ കുറേ കണ്ടായിരുന്നു. രണ്ട് സൈഡിലും കൊടും വനം, വേറെ ലെവൽ, ഒന്നും പറയാനില്ല. എന്തായാലും റോഡ് കണ്ടീഷൻ അത്ര സ്മൂത്ത് അല്ല, എങ്കിലും ഓക്കെയാണ്. ചില ഭാഗത്ത് കുണ്ടും കുഴിയൊക്കെ ഉണ്ട്, എങ്കിൽ ചില ഭാഗത്ത് ഓക്കെയാണ്. പക്ഷേ നമ്മുടെ ക്യാമറയിൽ നോക്കുമ്പോഴത്തേക്ക് റോഡിന് നോർമലായിട്ട് തോന്നും, പക്ഷേ റോഡിന് നോർമലല്ല, കുറച്ച് മെയിൻ്റെനൻസ് ആകാനുണ്ട്. എന്തായാലും അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. റൈറ്റ് സൈഡിലോട്ട് നോക്കിയാലും കാട്, ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാലും കാട്. റോഡിനാണെങ്കിൽ നല്ല കർവായതുകൊണ്ട് നല്ല രീതിയിലുള്ള വളവും തിരിവുണ്ടാവുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ട്രൈ ചെയ്യുക. അത് ഞാൻ വീണ്ടും പറയുകയാണേ. എന്തായാലും നല്ല ശുദ്ധമായ വായു നമുക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് നല്ല രീതിയിലുള്ള എനർജി ഇപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിയിലെ ചൂടിൽ കിടന്ന് ചാകുന്നതൊന്നും ഇവിടെ തോന്നുന്നില്ല. അപ്പോൾ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നു കൊണ്ടാ. ആ റൈറ്റ് സൈഡിലൊക്കെ കാട്ടാനെ കാണാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി സ്പോട്ടാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്നത് കിടിലം പാറയാണ്. അങ്ങാടൊന്നും നമ്മൾ പോയില്ല, അങ്ങോട്ട് പോകാനും പാടില്ല. നോക്കി പോവാം. അപ്പോൾ ആനയുണ്ടെന്ന് അറിയാൻ പറ്റിയായിരുന്നു. നേരത്തെ വന്ന് വണ്ടിക്കാരൻ പറഞ്ഞ ആനയുണ്ടെന്ന്. അപ്പോൾ ഇത് കാണാൻ നമ്മുടെ ഭാഗ്യമാണോ നിർഭാഗ്യമാണെന്നുള്ളത് കണ്ടറിയാം. ആനക്കൂട്ടെന്ന് പറഞ്ഞത് കാണാൻ പറ്റണം. അതിൻ്റെ പിണ്ട മാത്രം ഉണ്ടാവുള്ളൂ. ചെറിയൊരു ടെൻഷൻ ഇല്ല. അടുപ്പിച്ച് ഓടാം. എന്തായാലും കയറും എവിടെയാണ് ചോദിക്കാൻ പറ്റും. ഉണ്ടാവുള്ളൂ നമ്മൾ സേഫ് സോണിൽ മതി. പണമായതിൻ്റെ എവിടെയാണ് നമുക്ക് വീണ വഴിയില്ല. അതിൻ്റെ അടുത്തോട്ട് പോകണ്ട. സ്പീഡിൽ പോയിക്കോ. അവനെ ആന പിടിക്കട്ടെ, അവനെ കൊടുത്തു ഇക്കറ് നമ്മളും ഉണ്ടാവുന്ന ഉറപ്പാണ്. ഇത് നേരത്തെ
ക്യാമറ ഉണ്ടെങ്കിൽ ഉള്ളിൽ പക്ക കഴിഞ്ഞ് കരുതി ഇത് നന്നായിട്ട് കിടക്കാനൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെ രക്ഷപ്പെട്ടു അതെ ആപ്പിട്ട് വന്നു ആന 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 അപ്പോൾ നമ്മൾ ഈ പാട്ട് വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.